പിറ്റേന്ന് രാവിലെ ഒരു ലെമൺ ടീയിലും സമൂസയിലും ആ ഡേ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളവിടെ വെച്ചൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറെ പരിചയപ്പെട്ടു. ആൾ കുറച്ച് നല്ല ഫോട്ടോസാണ് ഞങ്ങൾക്ക് എടുത്തു തന്നു. Okay, turn your body this way, hands over there, lock it up, lock it like this. I mean, use the other hand, lean your hand, right down there, pass. Don't move at all. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് എനർജിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു ലൊക്കേഷനിലോട്ട് പോയി. അവിടെ നിന്നും കുറച്ച് ഞങ്ങളുടെ ഫോണിൽ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഹോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാഫേ കണ്ടു. അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളൊരു പിസ്സ ഓർഡർ ചെയ്തിട്ടിരിക്കുവാണ്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പിസ്സ വന്നു, ഞങ്ങൾ കഴിച്ചു. നല്ല അടിപൊളി പിസ്സ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ലുക്കൊക്കെ ഒന്ന് മാറ്റിയായിരുന്നു, കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി വേറെ ലൊക്കേഷനിൽ പോയി കുറച്ച് ഫോട്ടോസും കൂടെയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ റോക്ക് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗായ്സ്, ഇതാണ് റോക്ക് ബീച്ച്. ഞങ്ങൾ റോക്ക് ബീച്ചിലെത്തി. പിന്നെ ഗായ്സ്, ബീച്ചിൻ്റെ സൈഡിൽ കുറച്ച് ഷോപ്പുകളുണ്ട്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ ഐറ്റംസ്. ബാക്കി നല്ല റേറ്റൊക്കെ ആയതുകൊണ്ട് അധികം മൈൻഡാക്കിയില്ല. ഇവിടെ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ഹിപ്പ് ഹോപ്പ് ഡാൻസേഴ്സിനൊരു അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ അവർ വാട്ടർ ബോട്ടിൽസും കീ ചെയിൻസൊക്കെ കൊടുക്കുന്നു. ഞങ്ങൾക്ക് പാവം, ഞങ്ങൾക്ക് കീ ചെയിൻസൊക്കെ കിട്ടിയോളൂ. പിന്നെ ആ പ്രോഗ്രാം എൻഡായപ്പോൾ ഫയർ വർക്ക്സൊക്കെ ഉണ്ടായിരുന്നു. അതും ബീച്ചിൽ ഞങ്ങൾ വെള്ളത്തിൽ കളിക്കുക, അതും കൂടെ ഇപ്പോൾ നല്ലൊരു വൈബായിരുന്നു. അവിടെ അന്ന നിൽപ്പുണ്ട്, പക്ഷേ കാണാൻ പറ്റില്ല, ഇരുട്ടായതുകൊണ്ട്. പിന്നെ ഞങ്ങൾ ബീച്ചിൽ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് നേരെ റൂമിലേക്ക്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റു. ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണേ. ഞങ്ങൾ രണ്ടുപേരും ട്രഡീഷണൽ വെയറൊക്കെ ഇട്ട് രാവിലെ തന്നെ സൺറൈസ് കാണാനായിട്ട് വന്ന് നിൽക്കുകയാണ്. പക്ഷെ സണ്ണ് കുറേ ടൈം കഴിഞ്ഞത് ഇങ്ങനെയാണ് വന്നത്. എന്നാലും കുഴപ്പമില്ല. പിന്നെ അവിടെ നിന്ന് സ്കൂട്ടായിട്ട് ഞങ്ങൾ കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു KBS എന്ന് പറഞ്ഞൊരു ഷോപ്പ്, അവിടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കോഫിയും സ്നാക്സും ഒക്കെ. ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ പോയാൽ മതി. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ മനക്കുള വിനായക ടെമ്പിൾ എന്നുള്ളൊരു ഫേമസ് ടെമ്പിൾ അവിടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പം അതുപോലെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്നും കുറേ. അത് കഴിഞ്ഞ് ഞങ്ങൾ വിശന്നപ്പോൾ ഇഡ്ഡലിയും വടയും വാങ്ങി കഴിച്ചു. അങ്ങനെ ഞങ്ങൾ 3:30 ആയപ്പോൾ ഞങ്ങൾ റൂമിൽ തിരിച്ച് വന്നിട്ട് ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഈ ഡ്രസ്സിലാണ് ഇനി ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നത്. എന്നിട്ട് ഞങ്ങൾ സൺഡേ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. അവിടെ കുറച്ച് നേരം കറങ്ങി നടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിനിപ്പോൾ സെറനിറ്റി ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് പോന്നു. मेरे अंगना में कैसे आज के लाले चा പിന്നെ ഞങ്ങൾ 2 വീലർ റെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം. അത് കൊടുക്കാനായിട്ട് പോവുകയാണ്. വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് റൂമിലേക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അങ്ങനെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ്സ് ആണ്. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്നൊരു പുതുച്ചേരിയിൽ നിന്ന് ഞങ്ങളൊരു കോഫി കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ബസ് വന്നു. ഞങ്ങൾ ബസ്സിൽ കയറി. പിറ്റേന്ന് ഞങ്ങൾ ബസ് എടപ്പള്ളി എത്താനായി. അപ്പോൾ ഞങ്ങൾ എണീറ്റ് റെഡി ആവുകയാണ്. പോണ്ടി ട്രിപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? How was your Pondi trip?
രസമായിരുന്നു. എനിക്ക് നല്ല ബെസ്റ്റ് തീരുമാനം എടുത്തിരുന്നു അവിടെ സ്റ്റേ ചെയ്യാന്നുള്ളത്. സ്റ്റേ ചെയ്ത് S4 അല്ലേ? ഗസ്റ്റ് ഹൗസ് ആണല്ലേ? അത് ടൗൺ സിറ്റി തന്നെ അല്ലേ? പിസ്സ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലായിരുന്നു അല്ലേ? വെജിന്റെ ആയിരുന്നു. ചീസ് ഭയങ്കര കൂടുതലാണ്. നല്ല രസം ഉണ്ടായിരുന്നല്ലേ? പിന്നെ നമ്മള് വേറെ വെറൈറ്റി ഫുഡൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ഇനിയുള്ള ട്രിപ്പിൽ ഫുഡ് കുറച്ച് ട്രൈ ചെയ്യണം അല്ല? അപ്പോൾ ഞങ്ങൾ എടപ്പള്ളിയായിരുന്നു ഞങ്ങളുടെ സ്റ്റോപ്പ്. അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഞാൻ പഠിച്ച സ്കൂൾ ബസ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ കാണാറൊന്നുമില്ല. എനിക്കിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ വീട്ടിലെത്തി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫ്രഷായി പുട്ടും കടലയും കഴിച്ചു. എന്നിട്ട് കിടന്നുറങ്ങി. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് അവസാനിച്ചു. ബൈ.